പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മളുടെ പഠനത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് മോശ ദൈവത്തിന് മുഖാമുഖം എന്നാണ്. മുഖാമുഖം ദൈവത്തെ അറിഞ്ഞ മോശ. ഇതിന് പുറപ്പാട് പുസ്തകത്തിലാണ് ആദ്യമായി ഒരു വലിയ സന്ദർഭം കുറിച്ചു വയ്ക്കുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മോശ ഒരു ആട്ടിടയനായി ജീവിക്കുകയായിരുന്നു. ആട്ടിടയനായി ജീവിച്ച കാലത്ത് അവൻ്റെ ആടുകളെ മേയിച്ച് അവൻ മിസ്രൈമിലെ മരുഭൂമിയിൽ, അത് കഴിഞ്ഞിട്ട് സീനായ് പർവ്വതം അല്ലെങ്കിൽ ഹോരേബ് പർവ്വതം വരെ ഈ ആടുകളെ മേയിച്ച് കൊണ്ടുപോയി. അതിന് കാരണം നല്ല ഇളം പുല്ല് ലഭിക്കണമെങ്കിൽ ഒരിടത്തു നിന്ന് വേറൊരിടത്തേക്ക് മാറി കൊണ്ടുപോയേ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ മോശ ആടുകളെ മേയിച്ച് ഹോരേബ് വരെ ചെന്നു. ഹോരേബ് ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തിന് ഒരു പ്രത്യേക പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായമാണല്ലോ പരാമർശിക്കുന്നത്. അത് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ. സീനായ് പർവ്വതത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പർവ്വതമായ സീനായ് പർവ്വതം എന്ന് പറയും. സീനായ് പർവ്വതം എന്ന് പറഞ്ഞാലും ഹോരേബ് പർവ്വതം എന്ന് പറഞ്ഞാലും ഒരേ സ്ഥലം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. എങ്ങനെയായിരുന്നു ആ പ്രത്യക്ഷത? ഒരു വലിയ മുള്ളുകൊണ്ടുള്ള മുൾച്ചെടി, വലിയ മുൾച്ചെടി. ആ മുൾച്ചെടി വെന്ത് തീ ആളുന്നുണ്ട്, തീ കത്തുന്നുണ്ട്. പക്ഷേ ആ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല, കരിഞ്ഞു പോകുന്നില്ല. അവിടെ അങ്ങനെ തീയുടെ മധ്യേ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് മോശേ മോശേ എന്ന് വിളിക്കുന്നു. അടിയനിതാ എന്ന് പറയുന്നു. നിന്റെ കാലിലെ ചെരുപ്പ് നീ ഊരിക്കളക എന്ന ശബ്ദം. കാരണം നീ ദൈവം മുമ്പാകെയാണ് നിൽക്കുന്നത്. അങ്ങനെ പാദരക്ഷ മാറ്റിക്കഴിഞ്ഞ് മോശ ദൈവത്തോട് അഭിമുഖമായി നിൽക്കുകയാണ്. അല്ല, ദൈവം മോശയ്ക്ക് അഭിമുഖമായി വരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഫേസ് ടു ഫേസ് ഗോഡ്. മോസസ് ഫേസ് ടു ഫേസ് ഗോഡ്. അപ്പം ഇന്നത്തെ നമ്മുടെ തലക്കെട്ടിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് മോസസ് ഫേസ് ടു ഫേസ് ഗോഡ്. ദൈവത്തിന് അഭിമുഖമായി നിൽക്കുന്ന മോശ. ദൈവത്തിന് അഭിമുഖമായി നിൽക്കുന്ന മോശ. മോശയെ ദൈവം വിളിക്കുകയാണ്. അതിനുശേഷം മോശയെ ദൈവം അടുത്തു വരാൻ ആവശ്യപ്പെടുന്നു. God calls him. God appears to Moses and then God calls him, come near, come എന്ന് പറഞ്ഞ് വരിക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത് വിളിച്ചു നിർത്തിയതിന് ശേഷം അവനോട് ഒരു നിയോഗം അവന് കൊടുക്കുന്നുണ്ട്. He has been given a commission. Commission for what? അത് എൻ്റെ ജനത്തെ നീ നയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വേദഭാഗത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് മുൾപ്പടർപ്പ്, തീ കത്തുന്നുണ്ട് മുൾപ്പടർപ്പിൽ, പക്ഷേ അതൊരിക്കലും വെന്തു പോകുന്നില്ല. ഇതൊരു വലിയ അത്ഭുതമാണ്. ആ അത്ഭുതം, ദൈവത്തിൻ്റെ ദർശനം, അതിനോട് ചേർന്ന് എപ്പോഴും ഒരു അത്ഭുതം നടക്കുന്നതായി നാം കാണുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ വിളിയാണുള്ളത്. ഗോഡ് കോൾസ് മോസസ്, മോസസ് മോസസ് എന്ന് വിളിക്കുന്നുണ്ട്. മോശെ മോശെ എന്ന് ഗോഡ് കോൾസ്. ദർ ഇസ് എ കോൾ ഓഫ് ഗോഡ് ആൻഡ് ഹി ആസ്ക്ഡ് ഹിം ടു കം നിയർ. അടുത്തു വാ. അങ്ങനെ മോശ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നു. Then he is given a commission. He is commissioned.
നീ പോകണം. എവിടെയൊക്കെ പോകണം? എന്തിനു പോകണം? ഐ ആം ഗിവിങ് യു എ മിഷൻ ടു ലീഡ് മൈ പീപ്പിൾ. എൻ്റെ ജനത്തെ നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ നിയോഗം ഞാൻ നിനക്ക് തരികയാണെന്ന് മോശയോട് പറയുന്നു. കുഞ്ഞുങ്ങളെ, ദൈവത്തോട് അടുത്ത് ചെന്ന് അവനെ അറിയാനും അവനെ കാണാനും നമുക്ക് ഭാഗ്യമുണ്ടാവുന്നത് അങ്ങനെ ദൈവഭക്തരായി ജീവിക്കുമ്പോഴാണ്. അങ്ങനെ ദൈവത്തെ മുഖാമുഖം കാണുമ്പോൾ ദൈവം നമുക്കൊരു മിഷൻ തരും. ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ടാവും. മോശയെ എന്ന് വിളിച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും പാർതൊല്ലി വിളിക്കും. എന്നിട്ട് നമുക്കൊരു കമ്മീഷൻ തരും. ഒരു കമ്മീഷൻ. യു വിൽ ബി കമ്മീഷൻഡ്. God calls you. God commission you and God sends you with a mission. ഞാൻ നിന്നെ അയക്കും. എന്തിനെ അയക്കും? എൻ്റെ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ഞാൻ നിന്നെ അയക്കുന്നു എന്നാണ് പറയുന്നത്. ഐ ആം ഗോയിങ് ടു സെൻഡ് യു ടു ലീഡ് മൈ പീപ്പിൾ. എൻ്റെ ജനത്തെ നയിക്കേണ്ട ഞാൻ നിങ്ങളെ അയക്കുകയാണെന്ന് പ്രത്യേകമായി പറയുന്നു. എവറി വിഷൻ ഓഫ് ഗോഡ് ഈസ് ഫോളോഡ് ബൈ എ കോൾ ഓഫ് ഗോഡ്, ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഫോർ എ കമ്മീഷൻ ടു ഫുൾഫിൽ എ മിഷൻ ഫോർ ഗോഡ്. ഇത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ദൈവത്തെ നമ്മൾ അടുത്ത് അറിഞ്ഞ് അവനെ കാണുമ്പോൾ ദൈവം നമ്മളെ വിളിക്കുന്നു. ദൈവം നമ്മളെ വിളിച്ച് ഒരു പ്രത്യേക നിയോഗം തരുന്നു, കമ്മീഷൻ. ആ നിയോഗം എപ്പോഴും ഒരു മിഷനായിരിക്കും. എന്തിന്? ടു ലീഡ് മൈ പീപ്പിൾ. പാവപ്പെട്ടവർക്ക് ഇവരെ സംരക്ഷിക്കാൻ, ദൈവജനത്തെ നയിക്കാൻ ദൈവം നമുക്ക് ഒരു മിഷൻ തരും. മോശയുടെ ദൈവദർശനം അത് ദൈവം വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്കും ദൈവം ഒരു ദൗത്യം നിർവഹണത്തിന് വേണ്ടി വിളിക്കുന്നുവെന്നും ആ ദൗത്യ നിർവഹണം ദൈവത്തിന് വേണ്ടി പൂർത്തീകരിക്കുവാൻ നമ്മളെ ഭരമേൽപ്പിക്കുന്നുവെന്നും മോശ നമ്മളെ പ്രത്യേകം പഠിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം നമ്മൾ വായിക്കേണ്ടതാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങൾ എഴുതിയത് മോശയാണ്. എന്നാൽ നമ്മൾ ആവർത്തന പുസ്തകത്തോടെ ഈ 5 അധ്യായങ്ങൾ അവസാനിക്കുമ്പോൾ പ്രത്യേകമായി പറഞ്ഞിരിക്കുകയാണ്, ദൈവം അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ എഴുന്നേറ്റിട്ടില്ല എന്ന്. ആവർത്തന പുസ്തകമാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, മോശയുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭവും നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നടന്നതായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമുക്കതൊരു പാഠമാണ്. നമ്മൾ ആ വേദഭാഗം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം ശാന്തമായിരുന്ന് വായിക്കുകയും ദൈവത്തെ കാണണം. ദൈവം നമ്മളെ വിളിക്കും, ദൈവം നമ്മളെ അയക്കും, അവനു വേണ്ടി ദൈവവേല പൂർത്തീകരിപ്പാൻ നമ്മളെ നിയോഗിക്കും. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്.